ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരും സ്വാഗതം. വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ എമ്പുരാൻ എന്ന സിനിമയായിരുന്നല്ലോ ഈ വർഷം ചാവ എന്ന സിനിമയ്ക്ക് ശേഷം ഏറ്റവും ഉയർന്ന ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ. 265 കോടി 50 ലക്ഷത്തിൽ പരമായിരുന്നു ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ എമ്പുരാനെ ഒരു സിനിമ കൂടി ബോളിവുഡിൽ നിന്ന് തന്നെ മറികടന്നിരിക്കുകയാണ്. അത് ഹൗസ്ഫുൾ 5 എന്ന സിനിമയാണ്. ചിത്രം 272 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് നിലവിൽ ഇതുവരെ എത്തപ്പെട്ടിരിക്കുകയാണ്. എമ്പുരാനേക്കാൾ വൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് ചിത്രം കൂടിയാണ് ഹൗസ്ഫുൾ 5. അതോടൊപ്പം തന്നെ ഫ്രാഞ്ചൈസി സിനിമയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ വർഷത്തിന്റെ പകുതി പൂർത്തിയാകുമ്പോൾ ഈ വർഷം ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്ത് എമ്പുരാൻ എന്ന സിനിമ ഉണ്ട്. ഈ വർഷം പൂർത്തിയാകുമ്പോഴാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമ ടോപ്പ് 10 പട്ടികയിൽ സ്ഥാനമുണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ബാക്കി കാത്തിരുന്ന് കണ്ടറിയാം. ഗുഡ് ബാഡ് അഗ്ലി ഉൾപ്പെടെ 3 തമിഴ് സിനിമകളുടെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. ആദ്യമേ അജിത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ഗുഡ് ബാഡ് അഗ്ലിയിലേക്ക് വരികയാണെങ്കിൽ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വലിയ വരവേൽപ്പും വലിയ ഹൈപ്പെല്ലാം തന്നെ നേടിയെടുത്ത് മികച്ച അഭിപ്രായങ്ങൾ കൂടി നേടിയെടുത്ത സിനിമയാണല്ലോ ഗുഡ് ബാഡ് അഗ്ലി. എന്നാൽ അജിത്തിന്റെ തമിഴ്നാടിന് പുറമേ ഉള്ള മറ്റ് ഇന്ത്യൻ മാർക്കറ്റും അതോടൊപ്പം തന്നെ വിദേശ മാർക്കറ്റെല്ലാം തന്നെ എക്സ്പോസ് ആകുന്ന ഒന്നായിട്ട് സിനിമയുടെ കളക്ഷൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ഗുഡ് ബാഡ് അഗ്ലി എന്ന ക്വാളിറ്റി കൊമേഴ്ഷ്യൽ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 245 കോടി 10 ലക്ഷം രൂപയാണ്. 250 കോടി ഫൈനലിലേക്ക് പോലും എത്തപ്പെടാത്ത സിനിമയുടെ ഫൈനൽ തമിഴ്നാട് ഗ്രോസ് 151 കോടി രൂപയാണ്. കേരളത്തിൽ 5 കോടിയിൽ താഴെയാണ് കളക്ഷൻ എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇനി മറ്റൊരു തമിഴ് ചിത്രം വീരാധീര സൂര്യനിലേക്ക് വരികയാണെങ്കിൽ ചിയാൻ വിക്രം നായകനെത്തിയ സിനിമ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും ബോക്സ് ഓഫീസിൽ ഒട്ടും മികച്ച കളക്ഷൻ നേടിയെടുക്കാനാവാതെ പോയ സിനിമയാണല്ലോ നമ്മുടെ എമ്പുരാൻ. ഒപ്പം തന്നെ സിക്കന്ദർ എന്നീ സിനിമകളുടെ ക്ലാഷ് റിലീസുകൾക്കിടയിൽ ഒതുങ്ങിപ്പോയ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 68 കോടിയാണ്. അതിൽ 42 കോടി കളക്ഷനും തമിഴ്നാട്ടിൽ നിന്നാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ 3 കോടി 80 ലക്ഷം ഗ്രോസ് നേടിയെടുത്ത സിനിമ ബഡ്ജറ്റ് വെച്ച് നോക്കിയാലും തിയേറ്റർ റൈറ്റ്സ് വെച്ച് നോക്കിയാലും തിയേറ്ററുകളിലെ പരാജയം തന്നെയാണ്. അവസാനമായിട്ട് സൂര്യയുടെ റെട്രോ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 100 കോടി കടന്നു ഇല്ലയോ എന്ന് ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഇപ്പോഴത്തെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് പുറത്തു വരുമ്പോൾ 100 കോടി സിനിമയുടെ കളക്ഷൻ കടന്നിട്ടില്ല. 97 കോടി 55 ലക്ഷം രൂപയാണ് സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ്. അതിൽ 48 കോടി 90 ലക്ഷം ഗ്രോസും തമിഴ്നാട്ടിൽ നിന്നാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ 4 കോടി 75 ലക്ഷം രൂപയാണ് സിനിമയുടെ ഫൈനൽ ഗ്രോസ്. ഇനി വെർഡിറ്റിലേക്ക് വരികയാണെങ്കിൽ സിനിമ തിയേറ്റർ വിതരണക്കാർക്ക് പരാജയം നേടിക്കൊടുത്ത സിനിമയാണെങ്കിലും സൂര്യ എന്ന നിർമ്മാതാവിന് സാമ്പത്തിക ലാഭം സകല ബിസിനസ്സിലൂടെ നേടിക്കൊടുത്ത സിനിമയാണ് റെട്രോ. എന്നാൽ പോലും സിനിമ തിയേറ്റർ വെർഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വിജയമല്ല എങ്കിൽ റെട്രോ വിജയമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തിയേറ്ററുകളിലൂടെയുള്ള ഒരു വിജയത്തിനായിട്ട് സൂര്യയുടെ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത 2 സിനിമകളിൽ ഏതെങ്കിലും ഒന്ന് വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ സൂര്യ സിനിമകളുടെ കളക്ഷനായിട്ട്.